ശരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കുക. ഇത് ശരിക്കും എനിക്ക് വേണ്ടുന്നതാണോ? അല്ലെങ്കിൽ ഇത് എനിക്ക് എങ്ങനെയാണ് വാല്യൂ തരുന്നത്? എന്നൊരു ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ അതിലേക്ക് പ്രൊസീഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഒരു വലിയ നഷ്ടമായിരിക്കും നിങ്ങളെ വരുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് 1, 2 പേരുടെ വാക്ക് കേട്ടിട്ട് അതൊരു മോശം അവസ്ഥയിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചിന്തിക്കുക, ഇത് ശരിക്കും എനിക്ക് വേണ്ടുന്നതാണോ എന്ന്. നമ്മുടെ ലൈഫിനെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരു ലൂപ്പാണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ABCD എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു ലൂപ്പിലാണ് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരും ഒന്ന് ബ്രേക്ക് എടുത്ത് ചിന്തിക്കുന്ന പോലുമില്ല എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ലൈഫിലെ ഏത് കാര്യം എടുത്താലും ഇങ്ങനൊരു ലൂപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാനും എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള പല ലൂപ്പിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഞാനും ചിന്തിച്ചിട്ടുള്ളത്, ശരിയാണല്ലോ, ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇതിനെ പലരും കംഫർട്ട് സോൺ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഏത് കാര്യം എടുത്താലും നമുക്കതിനകത്തൊരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാതെ നമ്മളിനിയിപ്പോൾ എന്തൊക്കെ കാര്യം ചെയ്താലും അതിനൊന്നും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം, ചില ആൾക്കാർ ചില ജോലി മാറി അല്ലെങ്കിൽ ഒരു ജോലി മാറിയിട്ട് വേറൊരു ജോലിയിലോട്ട് പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് ആ ഒരു ജോലി ആയിരുന്നു ബുദ്ധിമുട്ട്, ഈ ജോലിയിൽ എനിക്ക് ഓക്കെ ആകും എന്ന പ്രതീക്ഷയോടുകൂടി പുതിയ ജോലിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ എന്ത് കാര്യം ചെയ്താലും അവിടെ നടന്ന അതേ പാറ്റേണിലേക്ക് അല്ലെങ്കിൽ അതേ ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് ഈ പറഞ്ഞ വ്യക്തി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ലൂപ്പ്, അതായത് അവരുടെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് അവർ മനസ്സിലാക്കി അതിനകത്ത് പ്രാക്ടിക്കലി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പല റീസൺസ് ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാലും ഒന്നാമത്തെ റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്കാണ് എന്നുള്ളൊരു തോന്നൽ നമ്മൾ ഓവറായിട്ട് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു, അതിൽ ഒരു 5 ദിവസം 10 ദിവസം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകുന്നു. 6ാമത്തെ ദിവസം ഒരു ഫ്രണ്ട് വന്ന് പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം പുതുതായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മാറ്റി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഇൻട്രസ്റ്റ് അപ്പോഴേ തീരുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യത്തിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഇത് ഇത്ര മതി, നമുക്ക് അടുത്ത കാര്യം ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു കാര്യം ചെയ്ത് സക്സസ് ആയി, എനിക്ക് അതിലേക്ക് പോകാം. ഇങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരികയും വീണ്ടും അടുത്ത കാര്യത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ വളരെ കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാറ്റേൺ ആണ്. ഇത് പലരും മനസ്സിലാക്കാറില്ല. ഇങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ലൈഫിന് എക്സാക്റ്റായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുന്നിലുള്ള എന്ത് കാര്യം തന്നെ വന്നാലും നമുക്കതിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊരു മാറ്റം വരാത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ആ ഒരു ഗോളിലേക്ക് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ഇനിയുള്ള 6 മാസം അല്ലെങ്കിൽ ഇനിയുള്ള 1 മാസം ഞാൻ ഈ കാര്യമേ ചെയ്യൂ എന്ന് പറയുമ്പോൾ അവർ ആ കാര്യം മാത്രമായിരിക്കും ചെയ്യുന്നത്. നേരെ മറിച്ച് വേറെ ചില വ്യക്തികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ ഗോൾസ്, ഇപ്പോൾ ഇന്ന് ഈ ആഴ്ച ഇങ്ങനെ ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നതെങ്കിൽ അടുത്ത ആഴ്ച വേറൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നിലവിൽ ഒരു കാര്യത്തിലും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുമ്പോൾ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചോദിക്കാം, ഇതെനിക്ക് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഒരിടത്തും ഒരു സമാധാനവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല, ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ലൈഫ് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നത് എന്ന് എവിടെയൊക്കെയോ അറിയാം, അല്ലാതെ ഒരു കാര്യത്തിലും ഒരു പ്രോഗ്രസ് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ചിന്തകളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ചിന്തയെ അനലൈസ് ചെയ്യുക, ഇത് ശരിക്കും എനിക്ക് വേണ്ടിയുള്ളതാണോ.